ആത്മീയ കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആത്മീയ കഥകളിൽ ചിന്തിക്കുന്ന വിഷയം അഭിവൃദ്ധിയുടെ ആത്മീയശാസ്ത്രം. അതെ, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അഭിവൃദ്ധി, പുരോഗതി. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഓരോ ചിന്തയും ഓരോ ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അതിനാണ് പല ആത്മീയ മാർഗങ്ങളിലും നമ്മൾ വഴി തേടുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അഭിവൃദ്ധിയിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് സമ്പത്ത്? സമ്പന്നൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാ അർത്ഥത്തിലും നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കുമ്പോഴാണ് സമ്പന്നതയാകുന്നത്. ആരോഗ്യം ഒരു സമ്പത്താണ്. നമുക്കിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ശ്വാസം എടുത്ത് വിടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ അതൊരു സമ്പന്നതയാണ്. ഇന്ന് ഭക്ഷണം കൃത്യസമയത്ത് കിട്ടുന്ന ഒരു സമ്പന്നതയാണ്. നമുക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ഒരു വാഹനം കിട്ടുക എന്ന് പറയുന്ന സമ്പന്നതയാണ്. നമ്മൾ ഒരുപാട് സമയമൊക്കെ വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കും, ഉദ്ദേശിക്കുന്ന ബസ് വരുന്നില്ല, അല്ലെ ട്രെയിൻ കിട്ടുന്നില്ല. കൃത്യസമയത്തെല്ലാം ലഭ്യമാകുന്നതാണ് സമ്പന്നത. അപ്പോൾ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും നിരവധി കാലഘട്ടം മാറി അനുസരിച്ചുള്ള സമ്പന്നതയ്ക്കുള്ള വകകളുണ്ട്, പക്ഷേ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സമ്പന്നൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകണം. അതിൻ്റെ ഒരു സോഴ്സാണ് നമ്മൾ സമ്പത്തെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എക്കണോമിക്കലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ എല്ലാം സമ്പന്നതയായി എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പോലും അത്തരത്തിലുള്ള സമ്പത്ത് നൽകിയാലും പൂർണ്ണമായിട്ടും ഫലം കിട്ടാതെയും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരല്ലേ? നമുക്കറിയാം, ആശുപത്രികളിലൊക്കെ ചികിത്സ തേടി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സമ്പന്നരാണ്, പക്ഷേ അവർക്ക് വേണ്ടത് മാച്ചായിട്ടുള്ള ഒരു അവയവം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അപ്പം അഭിവൃദ്ധിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സോഴ്സ് മാത്രമാണ് മണി അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത്. അപ്പോൾ ധനം നമ്മളിലേക്ക് എത്തപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. ഈ ധനം ഒരു വിളക്കിലെ എണ്ണ പോലെയാണ്. വിളക്ക് കത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും എണ്ണ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം ഒരു ശരീരം നമുക്ക് പുറത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എല്ലാം ഈ പറയുന്ന എണ്ണ സമ്പത്ത് കൃത്യമായ രീതി അനുപാതത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണമെങ്കിൽ ഈ സമ്പത്ത് സമ്പാദിക്കാനുള്ള ഒരു ആത്മീയശാസ്ത്രം, ആത്മീയതയിലൂടെ തന്നെ ആ ധർമ്മത്തിലൂടെ തന്നെ സമ്പാദിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ധർമ്മസ്യ മൂലം അർത്ഥം എന്ന് പറയുന്നത് അറിയാം, ധനം, എല്ലാവിധത്തിലുള്ള ധനം. അതിൽ എക്കണോമിക്കലായിട്ടുള്ള ധനം എന്ന് പറയുന്നത് നല്ല ധനം ആയിരിക്കണം, നല്ല ധനസമ്പാദനമായിരിക്കണം നടത്തേണ്ടതെന്നത്. അപ്പോൾ ഈ നല്ല ധനവും ചീത്ത ധനവും ഒക്കെ എങ്ങനെ തിരിച്ചറിയും? മുമ്പ് പറഞ്ഞ പോലെ രണ്ട് രീതിയിലാണ് നമ്മളിലേക്ക് ധനം എത്തപ്പെടുന്നത്. ഒന്ന്, ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വിറ്റുകൊണ്ട് അതിന് ഇടയ്ക്ക് കിട്ടുന്നൊരു മാർജിൻ, അത് കൂടി വന്നുള്ള ധനികനാകാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിലൂടെ ഏതെങ്കിലും സേവനം നൽകിക്കൊണ്ട് തിരികെ അതിന് ലഭിക്കുന്ന പ്രതിഫലം. ഉദാഹരണം, ഒരു അധ്യാപകനാണ്, അദ്ദേഹം ഒരു ഉൽപ്പന്നമല്ല വിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അറിവിനെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുന്നു. അത്തരത്തിലുള്ള കർമ്മപഥത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കിട്ടുന്ന വേതനമാണ് അത് എന്ന് പറഞ്ഞതുപോലെ ഈ രണ്ട് രീതിയിലാണ് ധനാഗമ മാർഗങ്ങൾ ഒരുവനുള്ളത്. അപ്പോൾ ഈ വരുന്നതിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കും. നല്ല ധനം മാത്രമേ നമ്മളെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയുള്ളൂ. ചിലരുണ്ട് അവനവന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്നവരാണല്ലേ, സെൽഫിഷസ് എന്നൊക്കെ പറയും. അവർക്ക് കൂടുള്ളവരെ ഡിപ്പെൻഡൻസിനെ പറ്റിയോ സമൂഹത്തെ പറ്റി യാതൊരു കടമടവുമില്ല. തൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് എവിടുന്നും ധനസമ്പാദനത്തിനായിട്ട് ഇങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോഴോ അവസാനം അതൊരു ശീലമായിട്ട് മാറി ഇയാൾ കൂടുതൽ കടൽക്കണിയിലേക്ക് വരുന്നു. ജീവിതം മുഴുവൻ ദുസ്സഹമായിട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ഒരു ബാലൻസ് ഇല്ലാതെ വരുന്നതാണ് പ്രശ്നം. ചിലവാക്കലിൻ്റെ ബാലൻസ് ഇല്ലാതെ വരുന്നത്. രണ്ടാമത്, ചിലരുണ്ട് ഡിപ്പെൻഡൻസിന് വേണ്ടി മാത്രം അങ്ങ് ചിലവഴിക്കുന്നതിനകത്താണ് ഇവർക്ക് സംതൃപ്തി. സ്വന്തം കാര്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറയുന്ന ചില മനുഷ്യജന്മങ്ങളെ നമ്മൾ കാണാറുണ്ട്. കുറേ നാൾ വരുമ്പോൾ മനുഷ്യരല്ലേ, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സ്വാർത്ഥം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടാതെ വരുമ്പം അവർ നേരെ ശത്രുക്കളായി മാറും. അപ്പോഴോ ഈ വ്യക്തിയുടെ ജീവിതം വെറുതെ വ്യർത്ഥമായി പോകുന്നു. ഇനി മൂന്നാമത് പറഞ്ഞു, കർമ്മമണ്ഡലത്തിന് വേണ്ടി ചിലരുണ്ട്. ഒരു ബിസിനസ് ആയിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, അവിടെ നഷ്ടമാണെന്നറിഞ്ഞാലും അതിൻ്റെ പുറകെ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും. ആര് പറഞ്ഞാലും ഉപദേശിച്ചാലും കേൾക്കില്ല. ചില കേസുകൾ ഇടപാടുകൾ നടത്തി അതിനുവേണ്ടി തന്നെ വാശിക്കും വേണ്ടിയിട്ട്
സ്പെൻഡ് ചെയ്ത് എല്ലാവരുടെയും ജീവിതം കഷ്ടത്തിലാക്കുന്നുണ്ട്, സ്വയം കഷ്ടത്തിലാകും. പിന്നെ 4ാമത് പറഞ്ഞു ദാനധർമാദികൾ, ചാരിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ചിലർക്ക് അന്ധമായ ചില വിശ്വാസമുണ്ട്. എല്ലാം വാരിക്കോരി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുക, ഫുള്ളായിട്ട് കൊടുത്ത്. അങ്ങനെ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പ്രഭാഷണങ്ങളൊക്കെ പറയും, നിങ്ങൾ 2 കൈ അഴിച്ച് സഹായിച്ചോ കൂടുതൽ പുണ്യം കിട്ടും എന്നൊക്കെ കേട്ടിട്ട് ബ്ലൈൻഡായിട്ട് അർഹതയുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം വാരിക്കോരി കൊടുത്തുകൊണ്ടുള്ള ചില ദാനധർമാദികളുണ്ട്. അവസാനം എന്ത് സംഭവിക്കുന്നു? തൻ്റെ ഉള്ളിലെല്ലാം ഉള്ളതെല്ലാം പോയി കഴിയുമ്പോൾ ബന്ധുമിത്രാദികൾ പോലും തിരിഞ്ഞു നോക്കാത്ത ജീവിതം ഹോമിക്കപ്പെടുന്ന ഇത് എന്താ? ഈ ബാലൻസ് സെറ്റിലാണ്. ഇനിയും ലാസ്റ്റത്ത് പറഞ്ഞു എന്ത്? സമ്പാദനം. ചിലരെ സംബന്ധിച്ച് ആത്മസംതൃപ്തി കിട്ടുന്നത് കൂടുതൽ സമ്പാദിച്ച് കൂട്ടി വെക്കുന്നതിനകത്താണ്. പച്ചവെള്ളം പോലും കുടിക്കാതെ, കൂടുള്ളവർക്കോ ചുറ്റുപാടിനോ സമൂഹത്തിനോ ഒന്നും കൊടുക്കാതെ പിശുക്കന്മാരെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അങ്ങനെ പിശുക്കർ ശരിക്കും അവരവരൊരു ആത്മസംതൃപ്തി കണ്ടെത്തുന്നു എങ്കിൽ തന്നെയും ദൂരവ്യാപകമായിട്ട് വലിയ നാശമുണ്ടാക്കും. ഒരു പിശുക്കൻ പലപ്പോഴും 2 തലമുറയാണ് നശിപ്പിക്കുന്നതെന്ന് പറയും. കാരണം ഈ കൂട്ടിവെക്കുന്ന സമ്പത്തെല്ലാം അടുത്ത തലമുറ അതിൻ്റെ വാല്യൂ അറിയാതെ ധൂർത്തടിച്ച് അവർ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് ഈ സമ്പത്തിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം വെറുതെ കിട്ടിയതാണല്ലോ. അപ്പോൾ ഒരു പിശുക്കനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു തലമുറയല്ല, അയാളുടെ തലമുറയും അതിൻ്റെ അടുത്ത തലമുറയും അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഈ ഏണിങ്സ്, സമ്പാദനത്തിൻ്റെ ആത്മീയ ശാസ്ത്രം, അത് അറിഞ്ഞ് ചെലവാക്കലിൻ്റെ ശാസ്ത്രവും, ഈ വരവും ചെലവുമാണല്ലോ. ഇത് രണ്ടും കൃത്യമായ രീതിയിൽ അതിൻ്റെ സയൻറ്റിഫിക്കായ രീതിയിലുള്ള ശാസ്ത്രം അറിയാതെ വിനിയോഗിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജന്മം കൊണ്ട് നിരവധിയായ പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നോക്കിക്കോളൂ, ആ ജന്മം വളരെ സ്വാർത്ഥകമാകുന്നില്ലേ? ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആത്മീയ മൂല്യത്തോടുകൂടിയുള്ള സമ്പാദനം, ഒപ്പം ചെലവഴിക്കലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ ചുറ്റുപാടും ആയിക്കോട്ടെ, അങ്ങനെ ഈക്വലായിട്ടുള്ള ഒരു ബാലൻസ് സ്പെൻഡിങ്ങും കൂടെ ആകുമ്പോൾ പൂർണ്ണമായ ഒരു തൃപ്തി, സംതൃപ്തി ആ ജീവിതത്തിലുണ്ടാകും. പലപ്പോഴും ഒരു കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു മധ്യകാലഘട്ടം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കാറുണ്ട് ആൾക്കാർ. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു 70% ജീവിതത്തിൽ സമ്പാദിച്ചെല്ലാം അവിടെ കിടക്കുന്നു, 30% പോലും ഈ ജീവിതത്തിൽ ഉപയോഗിക്കാതെ ഇവിടെ നിന്ന് പോകുന്ന ഒരവസ്ഥ. ഈ ഒരു ദീർഘവീക്ഷണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമായി വരിക. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ആത്മീയ കഥകളിലെ ഇന്നത്തെ വിഷയം പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.